ദൈവം അനുഗ്രഹത്തെ തുറന്നു തരുമെന്ന് വേദപുസ്തകത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അന്ധകാരത്തിലായിരിക്കുന്നതിലും രഹസ്യത്തിലാവുള്ളതെങ്കിലും അത് അനുഗ്രഹമായി നിനക്കത് വെളിപ്പെട്ടു വരും. നിനക്കത് ദൈവം തുറന്നു തരും. എനിക്കത് ശരിയാകുമോ, കിട്ടുമോ, ആ കാര്യം നടക്കുമോ, ആ കാര്യം ശരിയാകുമോ? ദൈവവചനം ഉറപ്പ് തരുന്നു, നീ വിജയിക്കും, നീ വിജയിക്കും. കാരണം അനുഗ്രഹം ദൈവം തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹത്തെ നിൻ്റെ കുടുംബത്തിനായി തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു. അനുഗ്രഹത്തെ നിൻ്റെ ആരോഗ്യത്തിലേക്ക്, നിൻ്റെ ശുശ്രൂഷയിലേക്ക്, നിൻ്റെ ബിസിനസ്സിലേക്ക്, വരുമാന മാർഗങ്ങളിലേക്ക് അനുഗ്രഹത്തെ തുറന്നു തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതെത്ര അന്ധകാരത്തിലായിരിക്കുന്നതിലും അത് വെളിച്ചത്തിലേക്ക് വരും. അത് നിൻ്റെ കൺമുമ്പിൽ കാണും, അറിയും, അനുഭവിക്കാൻ ഇടവരും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നത് അനുഗ്രഹത്തെ തുറന്നു തരാനാണ്. പേര് ചൊല്ലി വിളിക്കുന്നതുകൊണ്ടായിരിക്കും, അങ്ങനെ ഒരു പ്രചോദനം കിട്ടുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വചനം കേട്ടത്, അയച്ചു കൊടുത്തതൊക്കെ. ഒരുപക്ഷെ ആലയത്തിൽ വന്നത്, ഇന്ന് വരെ ആലയത്തിൽ വന്ന സകല നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ആലയത്തിൽ ഇന്ന് വരെ ഇവിടെ വന്ന് എഴുതിയിട്ട നിയോഗങ്ങൾ, ഫോണിലൂടെ വാട്സപ്പിലൂടെ അയച്ച നിയോഗങ്ങൾ, ഇമെയിലിലൂടെ അയച്ച നിയോഗങ്ങൾ, പ്രാർത്ഥനാ സഹായങ്ങൾ, സകല നിയോഗങ്ങളെ നോക്കിയിട്ട് ഈ വചനത്തിലൂടെ പറയുന്നു, കർത്താവേ, ഈ നിയോഗങ്ങളിലേക്ക് അനുഗ്രഹങ്ങളെ തുറന്നുവിടണമേ. ഈ നിയോഗം സമർപ്പിച്ച വ്യക്തികളിലേക്ക് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കണമേ. അനുഗ്രഹം തുറന്നു തരണമേ, സൗഖ്യം തുറന്നു തരണമേ, വിടുതൽ തുറന്നു തരണമേ. അനുഗ്രഹത്തെ ആ വാതിലിനെ തുറക്കണമേ. കൽക്കുരിശിൽ എഴുതി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവർ, നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ, എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ, പ്രത്യേകിച്ച് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സ്കൂളിൽ പോകുന്നവർ, പോകാറായിട്ടില്ലാത്തവർ, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സ്കൂളിൽ പോകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ, സകലരെയും ഞങ്ങൾ ഓർക്കുന്നു. പരിശുദ്ധാത്മാവെ നിറയണമേ, അവരെ ദൈവശക്തിയാൽ നിറയ്ക്കണമേ. നല്ല സ്വഭാവം അവർക്ക് കൊടുക്കണമേ. ഉഴപ്പിപ്പോകാൻ ഇടയാകരുത്, വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്. മദ്യത്തിലോ മയക്കുമരുന്നിലോ ലഹരിക്കോ ഒന്നും അടിമകളാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുത്. അവരെ അങ്ങ് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ആപത്ത് ഘട്ടങ്ങളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. പ്രലോഭനങ്ങളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ദൈവത്തിൻ്റെ ഒരു സംരക്ഷണ ഒരു പൊതിയൽ അവർ അനുഭവിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഈ വചനം കേട്ട ഈ കുടുംബത്തെ, ആ പേരെഴുതി വെച്ച് സമർപ്പിക്കുന്ന ഈ മാതാപിതാക്കളെ, ആ പേരെഴുതി വച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മിടുക്കരാകും, ദൈവാനുഗ്രഹമുള്ളവരാകും. ആ ഒരു വിളക്ക് പോലെ നിങ്ങൾ പുരമുകളിൽ